നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നേതൃത്വ വികസന പരിശീലനമാണ്. അതിലൊരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃസ്ഥാനം എന്ന് പറയുന്നത് ലീഡർഷിപ്പ്, അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാകുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഘടകം. ലീഡർ എന്ത് ചെയ്തുവോ അതാണ് അണികളും ചെയ്യേണ്ടത്, ആ രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ ലീഡറിൻ്റെ ജോലി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ താഴെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെല്ലാവരെയും അത് മാതൃക കാണിച്ചുകൊണ്ടായിരിക്കണം ഓരോ നേതാവും വളർന്നു വരേണ്ടത്. അവരോടൊപ്പം തന്നെ ആളുകളെയും വളർത്തിക്കൊണ്ടുവരണം. അതേസമയം ഇത് ലീഡർ വേഴ്സസ് ബോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോസ് എന്ന് പറയുന്നത് ആജ്ഞാപിക്കുന്ന ആളാണ് ബോസ്, ഓർഡർ ഇടുന്ന ആളുകളാണ് ബോസ്. അതേസമയം ലീഡർ എന്ന് പറയുന്നത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ആളാണ് ലീഡർ. ഇതാണ് എൻ്റെ അടിസ്ഥാനപരമായിട്ട് ആദ്യത്തെ വ്യത്യാസം. ലീഡർ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് പോകുമ്പോൾ കുറേ അണികൾ പോകണം. അതേസമയം ബോസ് കസേരയിലിരിക്കുന്നു, എല്ലാവർക്കും പോയി ഓർഡർ ഇടുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ആം ആദ്മി പാർട്ടിയുടെ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാന ശിലകൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പാർട്ടി, അതിൻ്റെ ആ അടിസ്ഥാന ശിലകളിലാണ് ഈ പാർട്ടി ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഈ പാർട്ടി എന്നും നിലനിൽക്കും. മനുഷ്യൻ്റെ ഉള്ളിൽ മൂല്യങ്ങൾ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം തന്നെ ഈ പാർട്ടി ഉണ്ടാകും. പക്ഷെ ഈ മൂല്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ കാണിച്ചു തരാൻ മാതൃകയായി നമ്മുടെ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം ഈ കാലഘട്ടത്തിലും അത് തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെയും രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ഗാന്ധിജി കാണിച്ചു തന്നതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം മാതൃകയായി കാണിച്ചു തന്നതുപോലെ ഈ കാലഘട്ടത്തിലും സാധ്യമാണ് എന്ന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നാം എല്ലാവരും ഈ പാർട്ടിക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി ഈ പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഒറ്റ ജനതയെ കാണാനുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ പാർട്ടി ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്. ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം നിഷ്കർഷിക്കുന്നത്, അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്, അദ്ദേഹം സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ഒറ്റ ജനതയോടാണ്. ഓരോ പൗരന്മാരും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ തീർച്ചയായും ഒരു പൗരൻ എന്ന നിലയിൽ ആ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നൽകേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് വിശ്വസിക്കുകയും അത് കഴിയുന്ന രീതിയിൽ തന്നെ നൽകാൻ, നടപ്പിലാക്കുവാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഡൽഹിയും പഞ്ചാബും. എല്ലാവർക്കും ഒരേപോലെ തന്നെ വിദ്യാഭ്യാസവും അതേപോലെ അടിസ്ഥാന സൗകര്യങ്ങളിൽപ്പെട്ട വൈദ്യുതി, വെള്ളം, ഗതാഗതം തുടങ്ങിയ മനുഷ്യന് ആവശ്യമുള്ള, അത്യന്താപേക്ഷിതമായ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മാക്സിമം ചെയ്യാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് നാം പറയുമ്പോൾ നമ്മൾക്ക് ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് രാജ്യത്തിൻ്റെ ഖജനാവ് മുടിഞ്ഞു പോകും എന്നുള്ള പാഴ്വാക്കുകളാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരിക്കലും ഇത് ഫ്രീ അല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നാം 1000 രൂപയോ 10,000 രൂപയോ മാസം നാം ചിലവാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്നും 3000-വും 4000-വും രൂപ സർക്കാർ എടുക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് മനുഷ്യന് പൗരന് അവകാശമുള്ള കാര്യങ്ങൾ
തിരിച്ചു കൊടുക്കേണ്ട അതിനുള്ള പണം തന്നെയാണ് നാം സർക്കാരിലേക്ക് അടക്കുന്നത് എന്ന് ഉള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. നമുക്കാരും ഒന്നും ഫ്രീ തരുന്നില്ല. പക്ഷെ ഇവിടെ നടക്കുന്നതോ എല്ലാ കാര്യങ്ങൾക്കും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന സർക്കാരുകൾ, ജനങ്ങൾ വിലക്കയറ്റം കൊണ്ടും അഴിമതി കൊണ്ടും അതേപോലെയുള്ള കാര്യങ്ങൾ, നികുതികൾ കൊണ്ടും പൂർത്തി മുട്ടുന്ന അവസ്ഥയിൽ തീർച്ചയായും അതിൻ്റെ പരിഹാരമെന്നോണം ആം ആദ്മി പാർട്ടി അതിന് കൃത്യമായ മാർഗദർശനവുമായി നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരും അതിൽ അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.